ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അരക്കിലോ ചെമ്മീൻ ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. ചെറിയ ഉള്ളി 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്, തക്കാളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 2 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നമ്മുടെ ഈ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ചേർക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ കുരുമുളക് പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ പാനിലേക്ക് അത് ഇടുവാണ്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ തീയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ച് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 1/2 മുറിയോളം തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കണം. നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഇതായിക്കോളും. അപ്പോൾ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ഞാൻ ചേർത്തു. കാരണം ഇത് നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിനൊപ്പം ഈ കറിവേപ്പിലയും കൂടി അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് പാകമായി. നമുക്ക് പൊടിക്കാൻ തക്കത്തിലുള്ള നല്ല ബ്രൗൺ കളറായിട്ട് വരണം, എന്നാലേ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. വെള്ളം ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അപ്പോൾ അടിഭാഗമൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം എടുക്കാനായിട്ട് നന്നായി തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗം വെന്ത് കിട്ടും, നല്ലതായിട്ട് വെന്ത് കിട്ടണം എല്ലാ വശവും. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ തേങ്ങ നല്ലതായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേന് ബ്രൗൺ കളർ നമുക്ക് എടുക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂണ് മല്ലി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ആ ചൂടിൽ അതിൻ്റെ ഒരു ചൂടുണ്ട് ഇതിന് ഉള്ള ആ ചൂടിൽ ആ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം സെറ്റായിക്കോളും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ എണ്ണ നമുക്ക് കുറച്ചതിനകത്ത് മിച്ച എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണ തന്നെ മതി അടുത്ത ഉള്ളി, തക്കാളി എല്ലാം അതൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എണ്ണ ഒന്ന് തോരാനായിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ വറുത്തെടുക്കുമ്പോൾ അതിനും വേറൊരു ടേസ്റ്റ്. നമുക്ക് വെച്ചാൽ പഴയ എണ്ണയല്ല ഉപയോഗിക്കുന്നത്, ആ സെയിം എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ചൂടോടുകൂടി ഇത് അരച്ചെടുക്കുകയാണ്. ആദ്യം വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് കണ്ടോ, ഇത് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലത്തെ കാര്യം ഒക്കെ 2 ദിവസം പുറത്ത് ഈ മീൻ കറി ഇരുന്നാലും 2-3 ദിവസം ഇരുന്നാലും കുഴപ്പം വരത്തില്ല, അഴുക്കാകത്തില്ല. മറ്റേ പച്ചവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് അഴുക്കാം. വൈകുന്നേരത്തിന് നല്ല ചൂടുള്ള സമയമൊക്കെയാണ്, വൈകുന്നേരത്തിന് അത് അഴുക്കായി പോകും. അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി. അപ്പോൾ ഈ എണ്ണയിലേക്ക് നമുക്ക് ആ പൊടി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അത് കരിഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറട്ടെന്ന് വെച്ച്. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വഴറ്റേണ്ടത് ചെറിയ ഉള്ളിയൊക്കെയാണ് നമുക്ക് വഴറ്റേണ്ടത്, തക്കാളി അങ്ങനെ വഴറ്റിയെടുക്കണ്ട. അപ്പോൾ ചെറിയ കടുക്, അതിൻ്റെ ഒപ്പം ഒരു നുള്ള് ഉലുവ,
അപ്പോൾ അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് ചെറിയ ഉള്ളി, കറിവേപ്പില, നമ്മുടെ കുറച്ച് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നു, അത്, വെളുത്തുള്ളി, അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വഴറ്റണം. അപ്പോൾ അത് വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ച് ഉപ്പൂടെ ചേർത്ത്, നമ്മൾ ആ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ കറിക്കകത്ത് നമ്മൾ ചേർത്തായിരുന്നു. കറിക്കകത്തല്ല, നമ്മുടെ ഫ്രൈ ചെയ്യുന്നതിനകത്ത് ചെമ്മീനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഉപ്പ് ഇതിനകത്തും ചേർത്ത് കൊടുക്കാൻ. അപ്പം അരച്ചെടുത്ത അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ആ ചെമ്മീൻ കറിയിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ആ പാകത്തിന് വെള്ളം ചേർക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി അതിടുക. ചിലർ ഇതിന് തോട്ടുപുളി എന്ന് പറയും, കുടംപുളി എന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേന് നമ്മുടെ ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. അപ്പം നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം തക്കാളി ഞാൻ നമ്മുടെ ഉള്ളി എല്ലാം വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ആ ഒരു ചെറിയൊരു പച്ച ചുവ തന്നെ അങ്ങനെ നിൽക്കണം. ആ ചൂടിൽ, നമ്മുടെ ചെമ്മീനൊക്കെ തിളയ്ക്കുന്ന ആ ചൂടിൽ തന്നെ പെട്ടെന്ന് തക്കാളിയല്ലേ പെട്ടെന്ന് വരും. അത് നല്ലപോലെ വഴന്ന് അതിനകത്തോട്ട് ഇറങ്ങണ്ട. അതുകൊണ്ടാണ് ഞാനത് എടുക്കാറായ സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചതിനകത്തോട്ട് നമുക്ക് ഈ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം കൂട്ട് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ആ ചൂടിൽ ആ തക്കാളിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ കറിവേപ്പില നമ്മൾ മറ്റേ അരച്ചതിനകത്ത് കറിവേപ്പില ഉണ്ട്, അത് വേറൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അരച്ചത്. ഇതിന് ലാസ്റ്റ് നമ്മൾ എടുക്കാറായപ്പോഴത്തേന് ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയതുകൊണ്ട് ഒത്തിരി വേവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളയ്ക്കുകയും ചെയ്തു, എല്ലാം അതിനകത്തോട്ട് ചേർന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഒത്തിരി താങ്ക്സ്.